ഒരുപക്ഷെ ഇത് കാണുന്ന ഭക്തജനങ്ങൾ, ഒരുപക്ഷെ ടിവിയിലൂടെ കാണുന്ന ഭക്തരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആറ്റുകാൽ പൊങ്കാലയോട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ ചിപ്പി ചേച്ചി എവിടെയാണെന്നുള്ളത്. എനിക്കൊപ്പം ചിപ്പി ചേച്ചി ചേരുന്നുണ്ട്. ഹായ് ചേച്ചി. ഹലോ. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ വർഷമായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ നിരന്തരം കാണുന്ന ചേച്ചീനായിരിക്കും. ഒരുപക്ഷെ ഈ വർഷം അത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. എന്ത് തോന്നുന്നു ഈ വർഷം? ഈ വർഷം പൊങ്കാല അത് നടന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞിട്ടില്ല, ഇനി ഒരെണ്ണം കൂടെയുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കാര്യത്തിലാണ്. ചേച്ചി വളരെ തിരക്കിലാണ്. ഒരുപക്ഷെ ഇവിടത്തെ വരുന്ന സെലിബ്രിറ്റി ഫേസുകളിൽ ഏറ്റവും കൂടുതൽ തിരക്കുകൾ ഉള്ള ഒരു സ്പേസ് കൂടിയാണ് ഈ ഹോട്ടലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കഴിഞ്ഞ വർഷം തുടരുമെന്ന സിനിമയുടെ വിജയത്തിനായിട്ട് ചേച്ചി പ്രാർത്ഥിക്കുകയും അത് വളരെ ബ്ലോക്ക് ബസ്റ്ററായിട്ട് അത് തിയേറ്ററിൽ കടന്നു പോവുകയും ചെയ്തു. ഈ വർഷം അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത? ഈ വർഷമില്ല, പുതിയ പ്രോജക്റ്റുകളുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, നല്ലതായിട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചേച്ചിയുടെ സക്സസിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളാണ് അനന്തപുരിയിലെ മനുഷ്യർ എന്നൊക്കെ ഉള്ളത് അല്ലെ, ആറ്റുകായിട്ട് ബന്ധപ്പെട്ടുള്ളത്. എത്രാമത്തെ വർഷത്തെ പൊങ്കാലയാണ്? അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല, ഒരുപാട് വർഷമായി, ഒരു 20 വർഷത്തിനൊക്കെ മേലെയാവും എന്തായാലും. ഇനി ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും പൊങ്കാലിടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതെ, എനിക്ക് കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് എന്റെ വീട്. അപ്പം നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് പൊങ്കാല എന്ന് പറയുന്നത്. മുടക്കാറില്ല, പറ്റുമെങ്കിൽ ആരും മുടക്കാറില്ല. തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം കൂടിയാണ് ചിപ്പി ചേച്ചി സ്ഥിരം ഇടുന്ന പൊങ്കാല ഇടുന്ന ഒരു സ്ഥലമാണ് ഇതെന്നുള്ളത്. ഇവിടെ വല്ല പ്രത്യേകത? ഇവിടുത്തെ ഓണറൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അപ്പൊ മോഹൻ ചേട്ടനൊക്കെ എനിക്ക് സ്ഥലം ഇട്ടേക്കും വരുമ്പോ. പിന്നെ ക്ഷേത്രത്തിനടുത്താണ്, അപ്പൊ അങ്ങനെ ഒരു സൗകര്യം. കഴിഞ്ഞ ദിവസം പൊങ്കാല ക്ഷേത്രത്തിന്റെ സമീപത്തിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പം എല്ലാ വർഷവും പൊങ്കാല ഇടുന്നതിന്റെ പിറകിൽ ഒരു മനസ്സിലൊരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു നേർച്ചയൊക്കെ ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും എല്ലാം നന്നായിട്ട് നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. തിരക്കുകളുള്ള ഒരാൾ കൂടിയാണെങ്കിൽ പോലും ഇപ്പം ഏതൊക്കെ പായസം തയ്യാറായിട്ടുണ്ടാകും? പൊങ്കാല, ശർക്കര പായസം, വെള്ളപ്പായസം, ഇപ്പൊ പയറുണ്ട് നടക്കണം. താങ്ക് യു സോ മച്ച്. അപ്പം വലിയ രീതിയിൽ തന്നെ ആഘോഷത്തോടു കൂടി തന്നെയാണ് പൊങ്കാല കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഒപ്പം ചേർന്ന ചിപ്പി ചേച്ചിയായിരുന്നു.